ചിന്തകളാകുന്ന തിരമാലകൾ സദാ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലിന് സമാനമാണ് നമ്മുടെ ഇന്നത്തെ മനസ്സ്. ടർബുലൻ്റ് സീ, വയലൻ്റ് സീ, അല്ലേ? ഇളക്കി മറിയുന്ന വിക്ഷിപ്തമായ കടൽ പോലെയല്ലേ ഇന്നത്തെ നമ്മുടെ അന്തരംഗം, മനസ്സ്. ആ ചിന്തയുടെ അപ്പുറത്തേക്ക്, ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയാലോ, ആ ചിന്താസാക്ഷിയിലേക്ക് പോയാലോ, ഗുരുദേവൻ്റെ തത്വമസി കേട്ടിട്ട് ആ മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരിക്കുന്ന പൊരുളാടാ നീ എന്നുള്ള ആ വാക്കിനെ വിശ്വസിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലോ, അങ്ങോട്ട് പോയാലോ. അല്ലലുണ്ടാക്കണ ചിന്തകളല്ലേ കല്ലോലം. എന്താ ഈ ചിന്തകളാ? അല്ലലിൻ്റെ കല്ലോലങ്ങൾ. അവിടെ ചിന്തകളേ ഇല്ല. ചിന്താരഹിതോ ഹൃദാഖ്യ. ശരീരം ഞാൻ, ദേഹം ഞാൻ, ദേഹം ഞാൻ, ദേഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. ദേഹത്തിൻ്റെ ഡിമാൻഡിനെ എൻഡ്ലെസ് ഡിമാൻഡ് ശരീരം കൊണ്ടുവരും. അവസാനിക്കാത്ത ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിലോ. ഈ വാസനകൾ ഇങ്ങനെ കട്ടിപ്പിടിച്ച് ഈ പാശാറിങ്ങനെ അഴുങ്ങി കൂടിയിരിക്കലുള്ളൂ ആ മനസ്സിൽ. ആ മനസ്സുകൊണ്ട് നമ്മൾ ഗുരുനാഥനിൽ തത്വമസി കേൾക്കുക, ഉപനിഷത്ത് കേൾക്കുക, ബ്രഹ്മസൂത്രമൊക്കെ കേൾക്കും. എന്തുണ്ടാവില്ല? ഉറക്കില്ല. യത് സ്വപ്നജാഗര സുഷുപ്തിഷു സത് ബഹിശ്ച. എന്ത്? നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളിലും അവനുണ്ട്. എല്ലാ അനുഭവങ്ങളെയും സാധ്യമാക്കണവനാണ്. എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ അനുഭവങ്ങളോടൊന്നിനോടൊരു സംബന്ധമില്ലാതെ അതൊന്ന് വിട്ടിരിക്കുന്നു, അതിനെ കണ്ടുകൊണ്ടിരിക്കണം.